ഹായ് നമസ്കാരം. ഞാൻ ജയശ്രീ ഗോവിന്ദ്, റിട്ടയർമെന്റ് കൺസൾട്ടന്റ്. 5 റീസൺസ് ഫിനാൻഷ്യൽ സ്ട്രെസ് ഉണ്ടാകാൻ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്ട്രഗിൾ ഉണ്ടാകാനുള്ള 5 റീസൺസിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് അതിന് പ്രോപ്പറായിട്ട് ഒരു ബഡ്ജറ്റ് ഇല്ലായ്മയുകൊണ്ടാണ് നമുക്ക് ഫിനാൻഷ്യൽ സ്ട്രെസ് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെയാണ് ഫിനാൻഷ്യൽ നോളജ് ഇല്ല എന്നുള്ളത്. പല ആളുകൾക്കും എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം, എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം, എത്ര ഇൻവെസ്റ്റ് ചെയ്യണം എന്നൊന്നും അറിയില്ലാതെ വെറുതെ കാണുന്നതിലും അല്ലെങ്കിൽ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ടൊക്കെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ബഡ്ജറ്റ് ചെയ്യാതെയും കൃത്യമായിട്ടൊരു നോളജ് ഇല്ലാതെയും പലയിടത്തും ഇൻവെസ്റ്റ് ചെയ്യുന്നതും ഒക്കെ ഫിനാൻഷ്യൽ സ്ട്രഗിൾ ഉണ്ടാക്കാനായിട്ട് സാധ്യതയുണ്ട്. അതുപോലെ തന്നെയാണ് നമുക്ക് അൺനെസസറി ആയിട്ടുള്ള ഡെപ്റ്റ്. ഇപ്പം നമ്മുടെ കയ്യിൽ ക്യാഷ് വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് പലർക്കും അറിയില്ല. അപ്പോൾ കിട്ടുന്ന എമൗണ്ട് മുഴുവൻ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ചിലവാക്കിക്കൊണ്ടിരിക്കും, കടം വാങ്ങും, തികയാതെ വരുമ്പോൾ കടം വാങ്ങും, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. EMI അടയ്ക്കുക, ക്രെഡിറ്റ് കാർഡ് എടുക്കുക, അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ പല രീതിയിലുള്ള കടങ്ങൾ നമ്മൾ അനാവശ്യമായിട്ട് വരുത്തി വെക്കാറുണ്ട്. ഇത് ഒരു ഫിനാൻഷ്യൽ സ്ട്രഗിൾ ഉണ്ടാക്കാനുള്ള ഒരു കാരണമാണ്. അടുത്ത ഒരു കാരണം എന്ന് പറയുന്നത് നമ്മളുടെ സ്പെൻഡിങ്ങിലെ ഒരു കൺട്രോൾ ഇല്ല എന്നുള്ളതാണ്. സാധാരണ ഒരു ഫിനാൻഷ്യൽ റൂൾ ആരും ഒരു 90% ആളുകളും ഫിനാൻഷ്യൽ റൂള് പാലിക്കുന്നില്ല എന്നുള്ളതാണ് ഇന്ത്യൻ ജനങ്ങളുടെ ഏറ്റവും വലിയ പോരായ്മ എന്ന് പറയുന്നത്. അതായത് ഇവിടെ നമുക്ക് കിട്ടുന്ന ഇൻകത്തിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം അല്ലെങ്കിൽ ആവശ്യത്തിന് അനാവശ്യത്തിന് നമ്മൾ ചെലവുകളെല്ലാം കഴിച്ചിട്ട് മിച്ചമുണ്ടെങ്കിൽ മാത്രം നമ്മൾ സേവ് ചെയ്യാം എന്ന് ഉദ്ദേശിക്കുന്നവരാണ് സാധാരണ ജനങ്ങൾ. അതേസമയം ഫോറിൻ കൺട്രീസിലൊക്കെ എന്ന് വെച്ചാൽ അവർക്ക് കിട്ടുന്ന ഇൻകത്തിന്റെ നിശ്ചിത ശതമാനം അവർ സേവിങ്സിലേക്ക് മാറ്റിയതിന് ശേഷം ബാക്കിയുള്ളതാണ് അവർ സ്പെൻഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്കൊരു ഫിനാൻഷ്യൽ സ്ട്രഗിൾ ഉണ്ടാവുന്നില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഒരു സ്പെൻഡിങ്ങിനൊന്നും യാതൊരു കൺട്രോളും ഇല്ല. കാണുന്നതൊക്കെ വാങ്ങിക്കൂട്ട അനാവശ്യമായും ഒക്കെ ചെലവഴിക്കുക, ദൂർത്തടിക്കുക എന്ന് പറയില്ലേ, അതുപോലെയാണ് ആവശ്യത്തിനും അനാവശ്യത്തിനും ഒക്കെ ചെലവഴിക്കുക. അപ്പോൾ സേവിങ്സ് ഒന്നും ഇല്ലാതെയായി പോവുകയും ചെയ്യും. ഇതാണ് ഫിനാൻഷ്യൽ സ്ട്രെസ്സിനുള്ള ഒരു കാരണം. പിന്നെ കൃത്യമായിട്ടൊരു ഫിനാൻഷ്യൽ ഗോൾ ഇല്ല എന്നുള്ളത്. ജീവിച്ചു പോകുന്നു, എങ്ങനെയൊക്കെ കിട്ടണേം കൊണ്ട് അടിച്ചു പൊളിച്ച് ജീവിക്കുക എന്നുള്ള ഒരു രീതിയിലേക്കായിട്ട് ആളുകൾ മാറിക്കൊണ്ടിരിക്കുന്നു. പണ്ടത്തെ കാലത്ത് ആളുകൾ കുറേയൊക്കെ സേവ് ചെയ്ത് വച്ചിരുന്നു. ഇന്നത്തെ ആളുകൾ എന്ന് പറയുന്നത് കൂടുതലും കിട്ടുന്നത് മുഴുവൻ സ്പെൻഡ് ചെയ്യുക, ദൂർത്തടിക്കുക അല്ലെങ്കിൽ എൻജോയ് ചെയ്യുക എന്നുള്ളതാണ് അവർ പറയുന്നത്. പക്ഷെ ഒരു സേവിങ്സും ഉണ്ടാവില്ല. അങ്ങനെ വരുമ്പോഴാണ് കൂടുതൽ ഫിനാൻഷ്യൽ സ്ട്രഗിളിലേക്ക് വരുന്നത്. കാരണം ഒരു വശത്ത് കടം, EMI അങ്ങനെയുള്ള കാര്യങ്ങളും റെസ്പോൺസിബിലിറ്റിയും കൂടി വരുന്നതനുസരിച്ച് നമുക്ക് സേവിങ്സ് ഇല്ലാതെ വരുന്നത് ഒരു ഫിനാൻഷ്യൽ സ്ട്രെസ്സിലേക്ക് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്ട്രഗിളിലേക്ക് നയിക്കും. അപ്പോൾ ഈ 5 റീസൺസ് ആണ് മെയിനായിട്ടും ഒരാളുടെ ജീവിതത്തിൽ ഫിനാൻഷ്യൽ സ്ട്രെസ് അല്ലെങ്കിൽ സ്ട്രഗിൾ ഉണ്ടാകാനുള്ള കാരണം. ഇതിനെ പ്രോപ്പറായിട്ട് നമ്മൾ മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫിനാൻഷ്യൽ സ്ട്രഗിൾ ഇല്ലാതെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് പ്രയോജനകരമായി എങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്കുള്ള എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇത്തരം ഫിനാൻഷ്യൽ സ്ട്രെസ് ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് ഒരു ബഡ്ജറ്റിങ്ങോ അല്ലെങ്കിൽ പ്രോപ്പർ സേവിങ്സോ നടത്തുന്നുണ്ടോ, ഇക്കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇവിടെ കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളെ ഫോളോ ചെയ്യുക. ഒരു പ്രോപ്പർ ഗൈഡൻസോട് കൂടി നിങ്ങളുടെ ഫിനാൻഷ്യൽ പ്ലാനിങ് നടത്താൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. ഒരു ഫ്രീ കൺസൾട്ടേഷൻ ബുക്ക് ചെയ്യുക. കൂടുതൽ വിവരങ്ങളുമായി അടുത്തൊരു എപ്പിസോഡിൽ കാണും വരെ ടേക്ക് കെയർ. ബൈ.